പെയിന്റ് വിവാദത്തിന് പിന്നിലെന്താ എന്ന സൂപ്പർ പ്രൈം ടൈം ചർച്ച തുടരുകയാണ്. ശ്രീ ആന്റണി രാജു, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ സെൻകുമാർ വരുന്നതിന് മുന്നോടിയായി AIG, DIG, IG, ADGP എന്നിവരെല്ലാം മാറ്റി വിന്യസിക്കുകയൊക്കെ ഉണ്ടായി. 100ഓളം DYSPമാരെ മാറ്റി വലിയ ഇളക്കി പ്രതിഷ്ഠയാണ് നടന്നത്. ശക്തമായൊരു നിരീക്ഷണ സംവിധാനമാണ് അവിടെ സർക്കാർ ഏർപ്പെടുത്തിയത്, പിണറായി വിജയൻ ഏർപ്പെടുത്തിയത്, ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള അദ്ദേഹം ഏർപ്പെടുത്തിയത്. അതിനേക്കാൾ ശക്തമായ നിരീക്ഷണ സംവിധാനമാണ് വേണ്ടത് അഴിമതിക്കെതിരെ. എപ്പോഴും പറയാറുണ്ടല്ലോ അഴിമതി വിരുദ്ധത എന്നത് ഈ സർക്കാരിൻ്റെ നയമാണ് എന്ന്. ഗവർണറെ കൊണ്ട് പറയിച്ചു എന്ന് ജേക്കബ് തോമസും ഊറ്റം കൊണ്ടിരുന്നല്ലോ. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയുടെ സാധ്യതകളായി അത് അദ്ദേഹം പല ഘട്ടങ്ങളിൽ വിശേഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നിരീക്ഷണമെന്ന് പറയുന്നത് വ്യക്തിവിരോധം തീർക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ അഴിമതി വിരുദ്ധതയ്ക്കെതിരെയല്ല. രണ്ട്, ശ്രീ TN പ്രതാപൻ ചൂണ്ടിക്കാട്ടിയ കാര്യം, ഇത് അന്വേഷിക്കേണ്ടതുണ്ട്. അങ്ങേക്ക് അതിലൊരു അർത്ഥ മനസ്സുണ്ട്. അങ്ങനെ അന്വേഷിക്കേണ്ടത് ആരാണ്? ഈ കുഴപ്പം ചെയ്ത ആളുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥർ. അങ്ങനെ ഇല്ല വേണു. ഇത് അന്വേഷിക്കണമെങ്കിൽ വിജിലൻസ് കോടതിക്ക് നേരിട്ട് തന്നെ വേണമെങ്കിൽ കോടതിക്ക് നേരിട്ട് തെളിവെടുക്കാം, തെളിവ് സ്വീകരിക്കാം, കേസ് അന്വേഷിക്കാം, നടപടിക്രമങ്ങളായി മുമ്പോട്ട് പോകാനുള്ള കോടതിയുടെ സാധ്യതകൾ അവിടെ നിൽക്കട്ടെ. ഒരു സർക്കാർ സംവിധാനത്തിന് സാധ്യതകളാണല്ലോ നാം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. അല്ല, തീർച്ചയായിട്ടും. പക്ഷേ വേണു, ഇവിടെ പറയുമ്പോൾ ഇപ്പൊ 470 പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ കേൾക്കുമ്പോൾ ശ്രീ TN പ്രതാപൻ അങ്ങ് മനസ്സിലാക്കേണ്ട കാര്യം, 4 പേര് ഈ ചർച്ചയിൽ ഒരു രീതിയിലാണ് അഭിപ്രായം പറയുന്നത്. ഞാൻ വ്യത്യസ്തമായ അഭിപ്രായമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് കൊടുക്കുന്ന ഒരു സമയത്തിന്റെ 4-1 തന്നെങ്കിലേ നമുക്കൊരു ഒരു ക്ലാരിറ്റി. അതുകൊണ്ട് എന്റെ അഭിപ്രായത്തിൽ 470 പോലീസ് സ്റ്റേഷനുകൾക്കും കൂടി ഒരു 25,000 അല്ലെങ്കിൽ 50,000 രൂപ പെർ സ്റ്റേഷൻ ഇത് വാങ്ങിച്ചാൽ പോലും ഒരു അങ്ങേയറ്റം പോയാൽ ഒരു 2 കോടിയിൽ അതിനപ്പുറത്തേക്ക് വരില്ല മൊത്തം വില. പിന്നെ അഴിമതി നടക്കണമെങ്കിൽ പിന്നെ അതിന്റെ കമ്മീഷനാണ് എന്ന് മാത്രമല്ല, അങ്ങ് നേരത്തെ ശരിയായിട്ട് പറഞ്ഞതുപോലെ ഈ പോലീസ് സ്റ്റേഷനുകളിൽ ബഹുഭൂരിപക്ഷവും പൊതുമരാമത്ത് വകുപ്പാണ് പെയിന്റ് അടിക്കേണ്ടത്. കുറെ അധികം ഹൗസിംഗ് ഈ കൺസ്ട്രക്ഷൻ നമ്മുടെ നേരത്തെ പറഞ്ഞ പോലീസ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷന്റെ കീഴിലാണ് അടിക്കേണ്ടത്. അപ്പോ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് ഏകീകൃതമായി ഏതെങ്കിലും കേന്ദ്രീകരിച്ചുള്ള ഒരു അഴിമതിയുടെ സാധ്യത വളരെ കുറവാണെന്ന് മാത്രമല്ല, ആ ഫയലുകൾ പരിശോധിക്കേണ്ടതുണ്ട് കൃത്യമായിട്ട്. കാരണം ഇത് മറ്റെല്ലാ റെപ്യൂട്ടഡ് കമ്പനികളുടെയും പ്രൈസ് ലിസ്റ്റ് പരിശോധിച്ചതിന് ശേഷമാണോ ഈ കമ്പനിയുടെ പ്രൈസ് ലിസ്റ്റ് ഈ ക്വാളിറ്റിയുള്ള ഈ പറയുന്ന നിറത്തിന്റെ ഈ ക്വാളിറ്റിയുള്ള പെയിന്റിന് മറ്റ് കമ്പനികളുടെക്കാളും വില കുറവായിട്ടാണോ ഫയൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഇതെല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ പോലും അങ്ങ് പറയുന്നത് പോലെ ഇവിടെ ഇത്തരം പർച്ചേസുകൾക്ക് പർച്ചേസ് മാനുവലിന്റെ നിയന്ത്രണത്തിൽ മാത്രമേ പർച്ചേസ് ചെയ്യാൻ കഴിയുകയുള്ളൂ. പക്ഷേ ഇവിടെ ക്വാളിറ്റിക്കും റെപ്യൂട്ടഡ് കമ്പനികളുടെ എന്നുള്ള പരിഗണനയും ന്യായീകരിക്കാൻ കഴിയുന്ന വിധത്തിൽ ഫയലുകളിൽ എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മറ്റ് റെപ്യൂട്ടഡ് കമ്പനികളുടെ പ്രൈസ് ലിസ്റ്റ് താരതമ്യം ചെയ്ത് ലോവസ്റ്റ് പ്രൈസ് ലിസ്റ്റ് ആണ് ഡീലക്സ് കമ്പനിയുടേതെങ്കിൽ ഒരു പരിധി വരെ ഈ തീരുമാനത്തിനെ ന്യായീകരിക്കാൻ കഴിയും. ഇല്ല എങ്കിൽ പക്ഷേ ഇത് ബഹ്റ പോലും പറയാത്ത വാദഗതികളാണ്. ബഹ്റ പോലും ഇതൊന്നും പറഞ്ഞിട്ടില്ല ശ്രീ ആന്റണി രാജു. അദ്ദേഹം ആകെ പറയുന്നത് ഇത് സെൻകുമാറിന്റെ കുറ്റമാണെന്നാണ്. ഇത് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനമാണ്, ഇതൊരു കേന്ദ്ര പദ്ധതിയാണ്. ആ പദ്ധതി വെച്ചുകൊണ്ടാണ് ഇതിവിടെ പൂർത്തിയാക്കേണ്ടത്. ഞാൻ ചോദിക്കുന്നത് ശ്രീ ആന്റണി രാജു, ലളിതമായ ചോദ്യമാണ്. ഈ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് ആരെ എവിടെ വെക്കണം എന്നത് സംബന്ധിച്ച് ലക്ഷങ്ങൾ കൊടുത്തുകൊണ്ടുള്ള നിയമയുദ്ധത്തിനാണ്. അതും നമ്മുടെ പൊതുഖജനാവിൽ നിന്ന് പോകുന്നതാണ്. ഒരു വ്യക്തിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് നാം കീശയിൽ നിന്ന് കൊടുക്കേണ്ടി വരികയാണ് പണം. അതിന് മാത്രമല്ല, അതിലെ അദ്ദേഹത്തിൻ്റെ ബോധ്യപ്പെടൽ വൈകുന്നതുകൊണ്ട് 25,000 രൂപ എക്സ്ട്രായും കൊടുക്കുകയാണ്. അങ്ങീ പറയുന്ന 2 കോടിയും ഇനി അങ്ങ് ഈ യാത്രയിൽ പോലും കണക്ക് കൂട്ടിയെടുക്കുന്ന ആ ചെറിയ തുകയുണ്ടല്ലോ, അങ്ങയുടെ നോട്ടത്തിലുള്ള ആ ചെറിയ തുക, അതാണ് കേരളത്തിൽ പാമോലിൻ കേസിൽ നമ്മുടെ ഖജനാവിന് കിട്ടാമായിരുന്ന അധിക ലാഭം. അതാണ് ഈ 2 കോടി അധിക ലാഭം. അതിന് 90കൾ മുതൽ തുടങ്ങിയ വലിയൊരു നിയമയുദ്ധമുണ്ട്. പല ഉദ്യോഗസ്ഥന്മാർക്കും CVC സ്ഥാനം വരെ വേണ്ട എന്ന് വെക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ചെറിയ കാര്യമാണ്. ഇതിൽ ബാക്കിയെല്ലാം കോട്ട് ചെയ്തിട്ടുണ്ടാകാം, മറ്റ് ഫയലുകൾ ഉണ്ടാകാം. അവസാനത്തെ ഒരു ഉത്തരവിൽ ഇതിൻ്റെ പിൻഭാഗത്ത് ഇങ്ങനെയൊക്കെ ഉണ്ട് എങ്കിൽ ഇതൊന്നും അത്ര ശിക്ഷാർഹമായതോ അന്വേഷണ വിധേയമാകേണ്ടതോ ആയ കാര്യങ്ങളല്ല എന്ന് പറയുന്നത് ഈ സമൂഹത്തിന് നേർക്കുള്ള വെല്ലുവിളിയാണ്.
അല്ല വേണു, ഞാൻ പറഞ്ഞതിന്റെ ടോട്ടൽ കോസ്റ്റ് വരുന്നത് 2 കോടിയാണ്. അപ്പൊ പിന്നെ ഈ പറയുന്ന ആരോപണം എന്ന് പറഞ്ഞാൽ കമ്മീഷനാണല്ലോ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രൂപയായാലും തീർച്ചയായിട്ടും ഞാൻ അതിനോട് യോജിക്കുന്നു. പക്ഷേ 2 കോടി രൂപയായാലും 2 രൂപയായാലും അല്ലല്ല, ഞാനിതിനെ നീക്കിയിരിക്കില്ല. ഞാൻ ഒരു നിമിഷം ശ്രീ ആന്റണി രാജു ഒരു സെക്കൻഡ് കൂടി ഇവിടെ നമ്മുടെ ഉദ്യോഗസ്ഥരുടെ തീരുമാനങ്ങൾ ഈ പൊതു താല്പര്യത്തിന് അനുകൂലമാണോ അല്ലയോ എന്ന വലിയ ചോദ്യമാണ് നാം അഭിമുഖീകരിക്കുന്നത്. അല്ലാതെ ഇത്ര രൂപയാണെങ്കിൽ അത് കുഴപ്പമില്ല, ഇത്ര രൂപയാണെങ്കിൽ കുഴപ്പമുണ്ട് എന്നതല്ല. ഒറ്റ കാര്യം ഇതേ സെൻകുമാർ KSRTCയുടെ MD ആയിരിക്കുന്ന ഘട്ടത്തിൽ ഇൻഷുറൻസ് കമ്പനികൾ ആരും ഈ KSRTCയുടെ ബസ്സുകൾ ഇൻഷുർ ചെയ്യാൻ തയ്യാറാകാതിരുന്ന ഘട്ടത്തിൽ ന്യൂ ഇൻഷുറൻസ് ഡെവലപ്മെൻറ്റിൻ്റെ ഓഫീസർ 10 കോടിക്ക് ഇൻഷുർ ചെയ്യാൻ സമ്മതമെന്ന് പറഞ്ഞ് അന്ന് MD ആയിരുന്ന KSRTCയുടെ MD ആയിരുന്ന സെൻകുമാറിനെ സമീപിക്കുന്നു. അങ്ങനെ വരുമ്പോൾ 10% കമ്മീഷൻ അതിൻ്റെ ഭാഗമായി കിട്ടും ഇത് അംഗീകരിച്ചു കൊടുത്താൽ. എന്ന് വെച്ചാൽ 1 കോടി അത് എവിടെ തരണം, എങ്ങനെ തരണം എന്നാണ് ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ വന്ന് ചോദിക്കുന്നത്. സെൻകുമാർ പറയുന്നത് എനിക്ക് വേണ്ട. അന്ന് ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി മാത്യു ടി തോമസ് അദ്ദേഹത്തെയും ഈ ഉദ്യോഗസ്ഥൻ സമീപിക്കുകയാണ്. അദ്ദേഹവും പറയുകയാണ്, അദ്ദേഹം ഒരു താല്പര്യവും കാട്ടിയില്ല. പിന്നീട് വീണ്ടും ഇദ്ദേഹം സെൻകുമാറിനെ കാണുമ്പോൾ സെൻകുമാർ പറയുകയാണ്, ഒരു കാര്യം ചെയ്യൂ, ആ കമ്മീഷനായിട്ട് തരുന്ന പൈസയില്ലേ അതും കൂടി പ്രീമിയം ആക്കി എടുക്കൂ. അങ്ങനെ വന്നപ്പോൾ ആ ഒറ്റ നോയിൽ ആ പൈസ എനിക്ക് വേണ്ട എന്ന അടഞ്ഞ മുറിയിൽ നിന്നും നടത്തിയ ആ പ്രതികരണമുണ്ടല്ലോ, അതുകൊണ്ട് 12% ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് KSRTCക്ക് ഇളവ് കിട്ടിയത് എന്ന് വെച്ചാൽ 2.5 കോടിയുടെ ലാഭം. 2 കോടിയുടെ ഒരു പദ്ധതി താങ്കൾ പറയുന്നു, അതിലെത്ര കമ്മീഷൻ കിട്ടാനാണെന്ന്. 2.5 കോടിയുടെ ലാഭം ഒരു ഉദ്യോഗസ്ഥൻ ഉണ്ടാക്കുന്നു ഒരു നോയിൽ നിന്ന്. ഒരു നോ എന്ന് പറയുന്നത് അഴിമതിക്കെതിരെയുള്ളതാണ്. ആ നോ അല്ല ബെഹ്റയുടെ ഉത്തരവ്. ശ്രീ ആന്റണി രാജു, അതാണ് പ്രശ്നം. വേണു, അങ്ങ് ഒരു നോ മാത്രം പറഞ്ഞ് ശ്രീ TP സെൻകുമാറിനെ മാത്രം ന്യായീകരിക്കുന്നത് ശരിയല്ല. അവിടെ മന്ത്രി പറഞ്ഞ നോയ്ക്ക് അങ്ങ് യാതൊരു പ്രാധാന്യവും കൊടുക്കുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ മന്ത്രിയാണ് ശ്രീ മാത്യു ടി തോമസ്. ആ മന്ത്രി അഴിമതിക്കാരൻ കൂടി അല്ലാത്തത് കൊണ്ടാണ് അത്തരം ഒരു നീക്കത്തിലേക്ക് പോകാൻ സെൻകുമാറിനെയും ധൈര്യം കാണിക്കാത്തത്, അല്ലെങ്കിൽ സെൻകുമാറിനും കഴിയാത്തത്. ഇതൊക്കെ നഗ്നമായ വ്യക്തിഹത്യയാണ്. ഒരു നിമിഷം ശ്രീ CR നീലകണ്ഠൻ, ഇവിടെ സെൻകുമാർ അന്ന് അഴിമതിക്കാരനാകാതിരിക്കുന്നത് മാത്യു ടി തോമസിന്റെ ശക്തി കൊണ്ടാണ് എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇത്ര ശക്തമായൊരു സർക്കാരാണ് ഉള്ളത് എങ്കിൽ ഒരു നിരീക്ഷണ പട മാത്രം ഇരിക്കുന്ന ഒരു സംവിധാനമായി ഈ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് മാറുമോ? ഇത്ര ശക്തമാണ് മാത്യു ടി തോമസ് എങ്കിൽ ഇത്ര ശക്തനാണ് പിണറായി വിജയൻ എന്ന് കൂടി പറയാൻ കഴിയണമായിരുന്നു ശ്രീ ആന്റണി രാജുവിന്. ഒരു നിരീക്ഷണ പടയല്ലേ അവിടെ നിരത്തിയിരുത്തിയിരിക്കുന്നത്? അല്ല, ഇതിലെ വേണു വളരെ സിമ്പിളാണ്. ആന്റണി രാജു പറഞ്ഞത് തന്നെയാണ് അതിന്റെ സത്യം. കാരണം ആ നോ പറയാൻ പൊളിറ്റിക്കലി ഒരുപക്ഷെ ആഭ്യന്തര വകുപ്പിലുള്ള വേറെ ആർക്കോ കഴിഞ്ഞില്ല. അതുകൊണ്ട് ബെഹ്റയ്ക്ക് ഇത് ഒപ്പിടേണ്ടി വന്നു. മാത്യു ടി തോമസ് പറഞ്ഞതുകൊണ്ട് സെൻകുമാർ ഒപ്പിട്ടില്ല. ഇവിടെ ബെഹ്റ ഒപ്പിട്ടു വന്നു. ഞാനിപ്പോഴും ബെഹ്റ ഒറ്റ നിമിഷം താങ്കൾ കുഴിച്ച കുഴിയിൽ താങ്കൾ വീണു. അതാണ് ശ്രീ CRന്റെ പ്രതികരണം. ഞങ്ങളുടെ ചർച്ച ചെയ്ത ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നടന്ന കാര്യത്തിൽ സെൻകുമാറിന്റെ കഴിവുകൊണ്ട് മാത്രമാണ്, സെൻകുമാർ അഴിമതിക്കാരില്ലാത്തത് മാത്രമാണ് നടന്നത് പറഞ്ഞുകൊണ്ടാണ്. ശരി, മന്ത്രി ആയതുകൊണ്ട് അത് മന്ത്രി അത്രയും വലിയ അഴിമതി വിരുദ്ധനായതുകൊണ്ട് അത് നടന്നില്ല. അപ്പോൾ ഇവിടെ ഈ നടപടിക്രമങ്ങൾ മുഴുവൻ തെറ്റിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ഉത്തരവിറങ്ങിയപ്പോൾ താങ്കൾ പറയുകയാണ് മുഖ്യമന്ത്രി താങ്കളുടെ വാദഗതി ഒന്ന് നീട്ടിവെച്ചാൽ, അതിന്റെ വ്യാപ്തി ഒന്ന് നീട്ടിയാൽ മുഖ്യമന്ത്രി ശരിയല്ല, അതുകൊണ്ട് ബെഹ്റയും ഇങ്ങനെ കുഴപ്പം കാണിച്ചു എന്നെത്തും. അല്ല, താങ്കൾ ഞങ്ങളെ എത്തിക്കുകയാണ്. അങ്ങനെ അല്ല ഞാൻ പിന്നെ ജഡ്ജ്മെന്റ് വേണം സ്വീകരിക്കാറുണ്ട്. കാരണം അങ്ങേക്ക് അതിനുള്ള ശക്തിയുണ്ട്, അങ്ങയുടെ ആയുധമുണ്ട്. പക്ഷേ ഇവിടെ ഈ കാര്യത്തിൽ ഞാനാണ് പറയുന്നത്, ആ ഫയല് പരിശോധിക്കാതെ ഉത്തരവിൽ മാത്രം പൊക്കിപ്പിടിച്ചുകൊണ്ട് ഇത് തെറ്റാണെന്ന് പറയാൻ കഴിയില്ല. ആ ഫയലിനകത്ത് പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്ത് ഈ കമ്പനിക്ക് കൊടുക്കാനുള്ള അല്ല, ആ ഫയലിൽ എന്തെഴുതിയിട്ടുണ്ടെങ്കിലും അതിൽ ഡ്യൂലക്സ് നല്ലതാണെന്നോ അത് കുടിച്ചു നോക്കിയെന്നോ അതിന് വില കുറവാണെന്നോ ഒന്നും ന്യായീകരണമല്ല. കാരണം
അങ്ങനെ വേണമെങ്കിൽ പിന്നെ സ്റ്റോർസ് പർച്ചേസ് മാനുവൽ ആവശ്യമില്ല, ഇവിടെ ചട്ടങ്ങൾ ആവശ്യമില്ല. ചോദ്യം ചോദിക്കട്ടെ, ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. കേരളത്തിൽ ഗവൺമെന്റ് ഗോദ്റേജ് കമ്പനിയുടെ മാത്രം അലമാര വാങ്ങിക്കണമെന്ന് എങ്ങനെ ഉത്തരവിടാൻ കഴിയും? ഒരു നിമിഷം, സിആർ മറുപടി ഉണ്ടെങ്കിൽ നമുക്കറിയാത്ത കാര്യമാണ്. ഞാൻ പറയാം. അതിന് മറുപടിയുണ്ട്, പറഞ്ഞോളൂ. അതിന് കൃത്യമായ മറുപടിയുണ്ട്. എന്താ കാര്യം എന്ന് വെച്ചാൽ, അതിന് വേണമെങ്കിൽ ഏതെങ്കിലും അതിന് പരിശോധന നടത്തി അതിന്റെ റിപ്പോർട്ട് കണ്ടെത്തി ക്യാബിനറ്റിൽ വച്ച് സ്റ്റോർസ് പർച്ചേസ് മാനുവൽ ഓവർകം ചെയ്യാനുള്ള തീരുമാനമുണ്ടായിരിക്കണം. അത് പബ്ലിക് ആയിരിക്കണം. ഗോദ്റേജിന്റെ പബ്ലിക്കാണ്. ഞാൻ ചോദിക്കട്ടെ, ഡ്യൂലക്സ് പെയിന്റിനേക്കാൾ മോശമാണ് ബാക്കിയുള്ള പെയിന്റ് ഒക്കെ എന്ന് കേരളത്തിൽ ആരെങ്കിലും വിശ്വസിക്കും? ശരിയാണ്. ഒരു നിമിഷം, എനിക്ക് ഇടവേളയിൽ കൂടി പോകണം. ശ്രീ ആന്റണി രാജു, നമ്മുടെ ഈ കൊച്ചി മെട്രോയുടെ കാര്യത്തിൽ വലിയ തർക്കവിതർക്കങ്ങൾ ഉണ്ടായി. അതിന്റെ ടെൻഡർ നടപടികൾ പാലിക്കേണ്ടതുണ്ട്. ടോം ജോസൊക്കെ ശക്തമായ നിലപാടാണ് എടുത്തതെന്ന്. എന്തിനാണ് ഇങ്ങനെ ഡൽഹി മെട്രോയ്ക്ക് കൊടുക്കുന്നത്? അത് പിന്നീട് അഴിമതി ആരോപണമാകും. അവസാനം എന്തായി? പൊതുസമൂഹം ശ്രീധരനെ വിശ്വസിക്കുന്നതുകൊണ്ട് നിങ്ങൾക്കും അത് അന്നത്തെ ഗവൺമെന്റ് അത് അംഗീകരിക്കേണ്ടി വന്നു. അന്നത്തെ ആ വകുപ്പിന്റെ ചുമതലയുള്ള ആര്യാടൻ പത്രസമ്മേളനം നടത്തി പറഞ്ഞു, ഇത് കുഴപ്പമൊന്നുമാകില്ല എന്ന് കരുതുകയാണ്. കാരണം പൊതുസമൂഹത്തിന്റെ മുഴുവൻ പിന്തുണയും ശ്രീധരനുണ്ട്, അത്രയും വിശ്വാസ്യതയുണ്ട് എന്നതുകൊണ്ട് മറ്റ് ടെൻഡറിലേക്കൊന്നും പോകാതെ DMRCക്ക് കൊടുക്കുന്നു എന്ന്. എന്തെങ്കിലും കുഴപ്പമുണ്ടായോ? ലാഭകരമായി നടന്നില്ലേ? പൈസ ഇങ്ങോട്ടേക്ക് തിരിച്ചു കിട്ടിയില്ലേ? ഇപ്പോൾ അത് ട്രയൽ റൺ നടത്തി വിജയകരമായില്ലേ? ഇനി അത് ഓടാൻ പോവുകയല്ലേ? അപ്പോൾ നാട്ടുകാരെ ഓടിക്കരുത്, സംവിധാനം ഓടണം. അതിനുള്ള കാര്യക്ഷമതയാണ് പ്രധാനം, അതിൽ ആർജിക്കേണ്ട വിശ്വാസ്യതയാണ് പ്രധാനം. ഞാൻ ഇടവേളയ്ക്ക് വേണ്ടി തിരികെ എത്താം.